ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് നവംബർ 2020 നടത്തിയിരുന്ന കമ്പ്യൂട്ടർ സയൻസിൽ യൂണിറ്റ് 1 വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. യൂണിറ്റ് 1 ടോപ്പിക്സ് എടുത്ത് നോക്കിയാൽ ഓരോ ടോപ്പിക്കിലും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്കൽ ലോജിക് 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഗ്രാഫ് തിയറിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും ഈ യൂണിറ്റിൽ ഗ്രാഫ് തിയറിയുടെ ജനറൽ ടോപ്പിക്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ അസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ഗ്രാഫ് തിയറിയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം യൂണിറ്റ് 7 ഡിസ്കസ് ചെയ്യുന്നത്. For example, shortest paths, minimum spanning trees, etc. Also, Boolean algebrയിൽ നിന്ന് K-map സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അത് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സെറ്റ്സ് ആൻഡ് റിലേഷൻസിൽ നിന്ന് വന്നിട്ടുണ്ട്, കൗണ്ടിങ്ങിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓൾസോ ഒപ്റ്റിമൈസേഷനിൽ LPP, ദാറ്റ് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതല്ലാതെ ജനറലായിട്ട് ചോദിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഇൻ്റഗ്രൽസ് അതെല്ലാം ഒപ്റ്റിമൈസേഷനിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. സോ സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. പ്രപ്പോസിഷണൽ ഇക്വലൻസസ് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നോർമൽ ഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് CNF എന്നുള്ളത്, ദാറ്റ് ഈസ് കൺജങ്ക്റ്റീവ് നോർമൽ ഫോം, അതിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ. പിന്നെ പ്രെഡിക്കേറ്റ്സ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ് 2 ക്വസ്റ്റ്യൻസ്. പിന്നെ റിലേഷൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് ബേസിക്സ് ഓഫ് കൗണ്ടിങ്, ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, സിമ്പിൾ ഗ്രാഫ്, ഗ്രാഫ് കളറിംഗ്, ഗ്രാഫിക്കൽ സൊല്യൂഷൻസ്, ഇതിൽ നിന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജനറലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ടോട്ടലി 14 ക്വസ്റ്റ്യൻസ് ഈ യൂണിറ്റിൽ അസൈൻ ചെയ്യാം ഫ്രം ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഇസ് ഫ്രം ദ ടോപ്പിക് പ്രപ്പോസിഷണൽ ഇക്വലൻസസ്. നമ്മൾ പ്രപ്പോസിഷണൽ ഇക്വലൻസസിൽ എന്തായിരുന്നു പഠിച്ചത്? 2 പ്രപ്പോസിഷൻസ് ഇക്വലൻ്റ് ആകണമെങ്കിൽ 2 രീതിയിൽ അത് സോൾവ് ചെയ്യാം. ഒന്നുകിൽ 2 പ്രപ്പോസിഷൻസിൻ്റെയും ട്രൂത്ത് ടേബിൾസ് എടുത്തിട്ട് അത് ഇക്വലൻ്റ് ആണോ എന്ന് കമ്പയർ ചെയ്യുക. അല്ലെങ്കിൽ 2 പ്രപ്പോസിഷൻസും സിംപ്ലിഫൈ ചെയ്തിട്ട് അതിൻ്റെ സിംപ്ലിഫൈഡ് വേർഷൻസ് ഈക്വലായിട്ട് വരികയാണെങ്കിൽ ദേ ആർ ഇക്വലൻ്റ് എന്നർത്ഥം. So the question here is, which of the following pairs of prepositions are not logically equivalent? അതായത് ലോജിക്കലി ഇക്വലൻ്റ് അല്ലാത്ത 2 പ്രപ്പോസിഷൻസ് ഏതൊക്കെയാണ് എന്നാണ്. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് P implies R and Q implies R. അത് ഫസ്റ്റ് പ്രപ്പോസിഷൻ. സെക്കൻഡ് പ്രപ്പോസിഷൻ ഇസ് P or Q implies R. ഇവിടെ ഫസ്റ്റ് ലോ ഓഫ് ഇംപ്ലിക്കേഷൻ വിച്ച് ഇസ് P implies R എങ്ങനെ എഴുതാൻ പറ്റും? നോട്ട് P or R എന്നെഴുതാൻ പറ്റും. അതേപോലെ Q implies Rഉം നോട്ട് Q or R എന്ന് എഴുതാൻ പറ്റും. ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം നോട്ട് ഓഫ് P ആൻഡ് Q or R എന്ന് കിട്ടും. അത് നമുക്ക് ഇംപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് P or Q implies R എന്ന് കിട്ടാം. സോ ബോത്ത് ആർ ഇക്വലൻറ്റ്. അല്ലെങ്കിൽ നമുക്കിത് ട്രൂത്ത് ടേബിൾസ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ദ സെക്കൻഡ് ഓപ്ഷൻ ഇസ് P by implication Q, or rather P by implies Q and not P by implies not Q. ലോ ഓഫ് പ്രപ്പോസിഷൻസ് പഠിച്ചപ്പോൾ കണ്ട ഒരു ലോ ആണിത്. സോ ബോത്ത് ആർ ഇക്വലൻറ്റ്. തേർഡ് ഓപ്ഷനും സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് കാണാൻ കഴിയും. അതായത് P by implies Q can be written as P implies Q and Q implies P. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നോട്ട് P or Q ആൻഡ് നോട്ട് Q or P എന്ന് കിട്ടും. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് പ്രപ്പോസിഷൻ കിട്ടും. സോ ദീസ് ആർ ഓൾസോ ഇക്വലൻറ്റ്. ഇനി ഫോർത്ത് ഓപ്ഷനിൽ ബോത്ത് ആർ നോട്ട് ഇക്വലൻറ്റ്. അതൊന്നെങ്കിൽ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നോക്കാം, അല്ലെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ആൻഡ് സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 4. ഇത് 4ഉമാണ് ആ 4 ഓപ്ഷൻസിൻ്റെയും ട്രൂത്ത് ടേബിൾസ്. നിങ്ങൾക്കിതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഓപ്ഷൻ എയിൽ കാണുമ്പോഴത്തേക്ക് the two prepositions are giving the
സെയിം ട്രൂത്ത് ടേബിൾസ്. അതായത് 2 കോളംസും ഒരേപോലെയാണ് വരുന്നത്, റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 2 കോളംസും. അതേപോലെ തന്നെയാണ് ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും വന്നിരിക്കുന്നത്. ബട്ട് ഇൻ ഓപ്ഷൻ ഡി അത് വ്യത്യസ്തമായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ ഹിയർ. ഇതേ സബ് ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ദ ക്വസ്റ്റ്യൻ ഇസ് കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് ബിലോ. A person who is radical is electable if he or she is conservative, but otherwise is not electable. അപ്പോൾ ഇതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഓരോ ഓപ്ഷനായിട്ട് അനലൈസ് ചെയ്യാം. ആർ ആൻഡ് ഇ ബൈ ഇംപ്ലൈസ് സി എന്ന് വെച്ചാൽ എന്താണ്? ഇഫ് റാഡിക്കൽ ആൻഡ് എലക്റ്റബിൾ ദെൻ കൺസർവേറ്റീവ് ആൻഡ് വൈസ് വേഴ്സ. അതായത് ഇഫ് കൺസർവേറ്റീവ് ദെൻ റാഡിക്കൽ ആൻഡ് എലക്റ്റബിൾ. ബട്ട് ഇതല്ലല്ലോ മുകളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ക്യാൻ ബി ക്രോസ്ഡ് ഔട്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് ഇൻറ്റ്യൂഷൻ വെച്ചിട്ടേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് ട്രിക്സ് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ക്രോസ് ഔട്ടായി. ഇനി നമ്മൾക്കുള്ളത് ബി, സി, ഡി എന്ന ഓപ്ഷനാണ്. നമുക്ക് ബി എന്ന ഓപ്ഷൻ എടുക്കാം. ബി എന്ന ഓപ്ഷനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് ഡി എന്ന ഓപ്ഷനാണ്. അതായത് ബിയും ഡിയും ഒരേപോലെ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് സി എന്ന ഓപ്ഷൻ. സി എന്ന ഓപ്ഷൻ എന്താണ്? അതിനകത്ത് ആർ ഇംപ്ലൈസ് സി ഇംപ്ലൈസ് ഇ ഓർ നോട്ട് ഓഫ് ഇ. അതിൻ്റെ അർത്ഥം എന്താ? ഇയും വരുന്നുണ്ട് നോട്ട് ഓഫ് ഇയും വരുന്നുണ്ട്. അത് കണക്ട് ചെയ്യുന്നത് ഓർ ഓപ്പറേഷൻ വെച്ചിട്ടാണ്. സി ഇംപ്ലൈസ് ഇനെ നമുക്ക് നോട്ട് സി ഓർ ഇ എന്ന് കണക്കാക്കാം. ആൻഡ് അഗൈൻ ആർ ഇംപ്ലൈസ് എന്ന് വരുമ്പോഴത്തേക്ക് അവിടെ നോട്ട് ആർ ഓർ. അപ്പോൾ ഇതെല്ലാം കൂടി വെറും ഓർ ഓപ്പറേഷൻസ് കൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ അറ്റ് ദ എൻഡ് ഇ ഓർ നോട്ട് ഇ എന്നാണ് വരുന്നത്. അതായത് അത് എപ്പോഴും ട്രൂ ആയിരിക്കും. ആൻഡ് എല്ലാ കണക്റ്റീവ്സും ഓർ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഈ സി ഓപ്ഷൻ സിയിലെ പ്രൊപ്പസിഷൻ്റെ ട്രൂത്ത് ടേബിൾ വിൽ ബി എൻറ്റയർലി ട്രൂ. ബട്ട് അതല്ല നമ്മൾ മുകളിലത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നതും. സോ ഓപ്ഷൻ സി ക്യാൻ ഓൾസോ ബി സ്ട്രൈക്ഡ് ഔട്ട്. അപ്പോൾ ഫൈനലി വാട്ട് ഡു വി ഹാവ്? ബി ആൻഡ് ഡി വിച്ച് ഇസ് ദ സൊല്യൂഷൻ. അതുകൊണ്ട് ഓപ്ഷൻ 4 ബി ആൻഡ് ഡി ഒള്ളി എന്നതാണ് സൊല്യൂഷൻ. ഈ സ്ലൈഡിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ കാണാം. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈക്വലൻറ്റ്. ഓപ്ഷൻ 2 എന്നത് ആർ ഇംപ്ലൈസ് ഇ ബൈ ഇംപ്ലൈസ് സി. അതിനെ എങ്ങനെയായിരിക്കും നമ്മൾക്ക് എക്സ്പാൻഡ് ചെയ്ത് പറയാൻ പറ്റുന്നത്? ഇഫ് എ പേഴ്സൺ ഇസ് റാഡിക്കൽ ദെൻ ദേ ആർ എലക്റ്റബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ബൈ ഇംപ്ലൈസ് വരുമ്പോൾ നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പറയും. അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ആർ കൺസർവേറ്റീവ്. അപ്പോൾ അത് ഇക്വലൻ്റ് ആണ്. ഈ ഓപ്ഷൻ 2നെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഓപ്ഷൻ 4 കിട്ടുന്നത്. ഞാൻ ഓപ്ഷൻ 3 ശ്രദ്ധിക്കുക. ദിസ് വൺ ഇസ് വാക്വസ്. വാക്വസ് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കണ്ടീഷൻ വന്നാലും ദ ട്രൂത്ത് ടേബിൾ വിൽ ബി ഓൾവേസ് ട്രൂ, അല്ലെങ്കിൽ ആ പ്രൊപ്പസിഷൻ വിൽ ഓൾവേസ് ഗിവ് ദ വാല്യൂ ട്രൂ. അതിനെയാണ് വാക്വസ് ട്രൂത്ത് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ദ സബ് ടോപ്പിക് നോർമൽ ഫോംസ്. സോ നോർമൽ ഫോംസ് എന്തായിരുന്നു? നമ്മൾ പഠിച്ചു കൺജങ്ക്റ്റീവ് നോർമൽ ഫോംസ്. അതായത് ഇറ്റ് ഈസ് ദ കൺജങ്ഷൻ ഓഫ് വൺ ഓർ മോർ ക്ലോസസ് അല്ലെങ്കിൽ വേരിയബിൾസ്. ഇനി ഓരോ വേരിയബിൾ അല്ലെങ്കിൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്ജങ്ഷൻ ഓഫ് ലിറ്ററൽസ്. Now the question is, what kind of clauses are available in conjunctive normal form? Disjunction of literals ആണോ, disjunction of variables ആണോ, conjunction of literals ആണോ, conjunction of variables ആണോ? ക്വസ്റ്റ്യനിൽ എന്ത് ടൈപ്പിലെ ക്ലോസ് ആണ് ഉപയോഗിക്കുന്നതെന്നാണ്. ക്ലോസസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആണ് ഇവിടെ. ദാറ്റ് ഈസ് വൈ ദ ആൻസർ ഇസ് ഓപ്ഷൻ 4 conjunction of variables. If the question was what kind of literals, then the answer would have been disjunction of literals. സോ ഇതിനെ മറ്റു രീതിയിലും പറയാം. പ്രോഡക്റ്റ് ഓഫ് സം, POS. നമ്മൾ ബൂലിയൻ ആൾജിബ്രയിൽ കണ്ടതാണ് SOPയും POSും എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കത് POS ആയിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ആൻഡ് ഓഫ് ഓർസ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രെഡിക്കേറ്റ്സ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ് എന്നാണ്. ക്വസ്റ്റ്യൻ ഇസ്, if f of x is equal to x is my friend and p of x is equal to x is perfect, അങ്ങനെയെങ്കിൽ സം ഓഫ് മൈ ഫ്രണ്ട്സ് ആർ നോട്ട് പെർഫെക്റ്റ് എന്നുള്ളത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, ഫോർ ഓൾ എക്സ് എഫ് ഓഫ് എക്സ് ആൻഡ് നോട്ട് പി ഓഫ് എക്സ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഫോർ ഓൾ മൈ ഫ്രണ്ട്സ് ഹു ആർ എക്സ് ദേ ആർ നോട്ട് പെർഫെക്റ്റ്. ബട്ട് അതല്ല നേരത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെൻറ്റ് അതല്ല പറഞ്ഞിരിക്കുന്നത്.
രണ്ടാമത്തെ ഓപ്ഷൻ there exists an x, അതായത് ഒരു ഫ്രണ്ട് ഉണ്ട് such that he is not perfect. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ നോട്ട് പെർഫെക്റ്റ് അല്ല. എന്നാലും നമുക്ക് മറ്റ് ഓപ്ഷൻസും കൂടി നോക്കാം. നോട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് നോട്ട് പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഫ്രണ്ട് അല്ലാത്ത ഒരാൾ പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് തേർഡ് പോയിൻറ്റ് തേർഡ് ഓപ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഫോർത്ത് ഓപ്ഷൻ ഇസ് there exist some people who are not my friends and not perfect. അത് സ്റ്റേറ്റ്മെൻ്റ് അല്ല. ആൻഡ് സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 2. ഈ സ്ലൈഡിൽ നമ്മൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണാം, ഒന്ന് വായിച്ചു നോക്കുക. ഇതേ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രിമൈസ് ഇൻ ദ ഫോം ഓഫ് എ ക്വാണ്ടിഫയർ ഇസ് ഗിവൺ, എന്നിട്ട് അതിൻ്റെ കൺക്ലൂഷനും കൊടുത്തിട്ടുണ്ട്. ഈ കൺക്ലൂഷനിൽ എത്താൻ ഉപയോഗിച്ച സ്റ്റെപ്സാണ് ബി സി ഡി ഇ എഫ് എന്ന് ഓപ്ഷൻസ് ഇട്ട് വന്നിരിക്കുന്നത്. ഈ സ്റ്റെപ്സിൽ ഏതൊക്കെ ഇൻവാലിഡ് ആണ്, ഏതൊക്കെ കറക്റ്റ് ഇൻഫറൻസസ് ആണ് എന്നുള്ളതാണ് ചോദ്യം. സോ സ്റ്റെപ്പ് എ, വിച്ച് ഇസ് ദ പ്രിമൈസ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് എക്സ്. സ്റ്റെപ്പ് ബിയിൽ സ്റ്റെപ്പ് എയുടെ യൂണിവേഴ്സൽ ഇൻസ്റ്റൻസ് ആണ് എടുക്കുന്നത്. യൂണിവേഴ്സൽ ഇൻസ്റ്റൻസ് എന്തായിരിക്കും? പി ഓഫ് സി ഓർ ക്യൂ ഓഫ് സി. അപ്പോൾ അത് കറക്റ്റാണ്. നൗ സ്റ്റെപ്പ് സി ഇസ് ദ സിംപ്ലിഫിക്കേഷൻ ഫ്രോം ദ സ്റ്റെപ്പ് ബി, പി ഓഫ് സി എന്നുള്ളത്. ബട്ട് പി ഓഫ് സി ഇസ് ഇൻകറക്റ്റ്. അതെന്തുകൊണ്ടാണ്? പി ഓഫ് സി ഓർ ക്യൂ ഓഫ് സിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ജസ്റ്റ് ഒരു വേരിയബിൾ മാത്രമാക്കി എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് സി ഇസ് ഇൻകറക്റ്റ്. ബട്ട് സ്റ്റെപ്പ് സിയിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ യൂണിവേഴ്സൽ ജനറലൈസേഷൻ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് ഇ, വിച്ച് ഇസ് ക്യൂ ഓഫ് സി, നമ്മളത് സിംപ്ലിഫിക്കേഷൻ ഫ്രം ബി എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ബി എന്തായിരുന്നു? പി ഓഫ് സി ഓർ ക്യൂ ഓഫ് സി. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ക്യൂ ഓഫ് സി എന്ന് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് ഇ ഈസ് ഓൾസോ ഇൻകറക്റ്റ്. ഇനി സ്റ്റെപ്പ് ഇയുടെ ജനറലൈസേഷൻ ഇസ് ഫോർ ഓൾ എക്സ് ക്യൂ ഓഫ് എക്സ്. ഇവിടെ അത് കറക്റ്റാണ്. ആൻഡ് സ്റ്റെപ്പ് ജി ഇസ് ദ കൺജങ്ഷൻ ഓഫ് ഡി ആൻഡ് എഫ്, അതായത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആൻഡ് ഫോർ ഓൾ എക്സ് ക്യൂ ഓഫ് എക്സ്. സോ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റെപ്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഇ. ദറ്റ് ഇസ് ഫൈനലി ഓപ്ഷൻ 2 ആണ് നമ്മൾക്ക് ആൻസറായിട്ട് വരുന്നത്. So here we can see option 2 is the correct answer. So next topic is sets and relations. അതിൽ നിന്ന് 2 questions ആയിരുന്നു വന്നത്. രണ്ടും റിലേഷൻസിൽ നിന്നാണ് വന്നിട്ടുള്ളത്. So here the question is matching. 2 റിലേഷൻസ് തന്നിട്ടുണ്ട്, R1 and R2. We just have to find R1 union R2, R1 minus R2, R1 intersection R2 and R2 minus R1. എന്നിട്ട് കറക്റ്റ് കോമ്പിനേഷൻ ചൂസ് ചെയ്യുക ഫ്രം ദ ഓപ്ഷൻസ്. സോ ഹിയർ R1 യൂണിയൻ R1 എന്തായിരിക്കും? R1ലും R2യിലും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് യുണീക്കായിട്ടുള്ള വാല്യൂസ് ആയിരിക്കും സെറ്റിൽ ഇൻക്ലൂഡ് ആകുക. സോ R1 യൂണിയൻ R2 വിൽ ബി മാപ്പ് ടു 1. ഇനി R1 മൈനസ് R2 എന്ന് പറഞ്ഞാൽ എന്താണ്? R1ലുണ്ട്, R2യിലില്ല എന്നുള്ളതാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഏതാണ് വരുന്നത്? R1ലുണ്ട്, R2യിലില്ല. അതായത് 2 2 3 3 എന്നുള്ള സെറ്റാണ് ഇവിടെ വരുന്നത്. റിലേഷനാണ് ഇവിടെ വരുന്നത്. സോ ബി വിൽ ബി മാച്ച് ടു 4. നോ R1 ഇൻ്റർസെക്ഷൻ R2 എന്ന് പറഞ്ഞാൽ രണ്ടിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏത് എലമെൻ്റ് ആണോ അത് മാത്രമുള്ള റിലേഷൻ, വിച്ച് ഇസ് 2. പിന്നെ ഡി എന്ന് പറയുമ്പോൾ R2 മൈനസ് R1. ഹിയർ R2യിലുണ്ട്, R1ലില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് മാച്ച് ടു 3. അങ്ങനെ ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ദ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ 4. സോ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ഇതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യനും റിലേഷൻസിൽ നിന്ന് തന്നെയാണ്. ഇവിടെ ഒരു സെറ്റ് എ ആണ് തന്നിരിക്കുന്നത്. സെറ്റ് എ ഇസ് ഈക്വൽ ടു എ ബി സി ഡി ഇ എഫ് ജി. ആൻഡ് ഇതിൽ വന്നിരിക്കുന്ന റിലേഷനാണ് ആർ. ആർ ഇസ് ഈക്വൽ ടു ആ റിലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
സോ ഈ റിലേഷൻ ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യേണ്ടത് ABC, റിഫ്ലെക്സീവ്, ആൻറ്റിസിമെട്രിക് ആൻഡ് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഏതൊക്കെയാണ് ഇതിൽ സാറ്റിസ്ഫൈ ആയി വരുന്നതെന്ന് നോക്കാം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ സെറ്റിലുള്ള ഓരോ എലമെൻറ്റും ഷുഡ് ഹാവ് എ റിലേഷൻ ടു ഇറ്റ് സെൽഫ്. അതായത് A എന്നുള്ള എലമെൻ്റ് ഉണ്ടായിരിക്കണം, B എന്നുള്ള എലമെൻ്റ് ഉണ്ടായിരിക്കണം, C എന്നുള്ള എലമെൻ്റ് ഉണ്ടായിരിക്കണം. ബട്ട് റിലേഷനിൽ C എന്നുള്ള എലമെൻ്റ് ഇല്ല. ഓൾസോ D എന്നുള്ള എലമെൻറ്റും ഇല്ല. EFGക്ക് ഇറ്റ് സെൽഫ് എലമെൻ്റ് ഉണ്ട്. ആൻഡ് സോ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്റ്റീവ്. പിന്നെ നോക്കേണ്ടത് സിമെട്രിക് ആണ്. സിമെട്രിക് എന്നാൽ AB ഉണ്ടെങ്കിൽ BA ഉണ്ടാകണം അല്ലേ. അപ്പോൾ ഇവിടെ റിലേഷൻ നോക്കാം. AABB CD ഉണ്ടെങ്കിൽ DC ഉണ്ടാകണമല്ലോ. DC ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് ആൻറ്റി സിമെട്രിക്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഒള്ളി A എന്ന് പറഞ്ഞാൽ അത് റിഫ്ലെക്സീവ് ആണ്, അല്ല. ഓപ്ഷൻ 2 ഈസ് ഒള്ളി C, അത് സിമെട്രിക് ആണെന്നുണ്ട് ഉള്ളത്, അതുമല്ല. ഇനി ഓപ്ഷൻ 3 ഈസ് ബോത്ത് A ആൻഡ് B, അതായത് റിഫ്ലെക്സീവും ആണ് ആൻറ്റി സിമെട്രിക്കും ആണ്, ബട്ട് അത് ട്രൂ അല്ല. പിന്നെ ഉള്ളത് B ആൻഡ് നോട്ട് A, അതായത് ആൻറ്റി സിമെട്രിക് ആണ്, നോട്ട് റിഫ്ലെക്സീവ്. അപ്പോൾ അതാണ് ഇവിടെ ട്രൂ ആയിട്ട് വരുന്നത്. ദെർഫോർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4. ഈ സ്ലൈഡിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നൗ തേർഡ് ടോപ്പിക് കൗണ്ടിങ്ങിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. How many ways are there to pack 6 copies of the same book into 4 identical boxes, where a box can contain as many as 6 books? അപ്പോൾ ഇവിടെ എന്താണ് കേസ് വരുന്നത്? ഇൻഡിസ്റ്റിങ്വിഷബിൾ ഒബ്ജക്ട്സ് ഇൻ ഇൻഡിസ്റ്റിങ്വിഷബിൾ ബോക്സസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? 6 കോപ്പീസ് ഓഫ് ദ സെയിം ബുക്കാണ്. അപ്പോൾ സെയിം ബുക്കിൻ്റെ 6 കോപ്പീസ് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, അതിനെ ഇൻഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ 4 ഐഡൻറ്റിക്കൽ ബോക്സസ് ആണ് ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ചോദ്യം 4 നോൺ ഐഡൻറ്റിക്കൽ ബോക്സസ് അല്ലെങ്കിൽ 4 ബോക്സസ് വിത്ത് 4 കളേഴ്സ് ലൈക്ക് റെഡ്, ഗ്രീൻ, ബ്ലൂ ആൻഡ് ഗ്രീൻ അങ്ങനെയായിരുന്നെങ്കിൽ, യെല്ലോ, റെഡ്, ഗ്രീൻ, ബ്ലൂ ആൻഡ് യെല്ലോ, അങ്ങനെ 4 ബോക്സസ് ആയിരുന്നെങ്കിൽ, സെപ്പറേറ്റ് ബോക്സസ് ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിസ്റ്റിങ്വിഷബിൾ ബോക്സസ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിന് ബേസിക്കായിട്ട് ഇക്വേഷൻസ് ഒന്നുമില്ല. ഒരു ഇക്വേഷൻ ഉള്ളത് സ്റ്റേർലിംഗ്സ് ഇക്വേഷനാണ്, ബട്ട് ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് എവ്രിവെയർ. അതുകൊണ്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത് മാനുവലി നമ്മുടെ ഇൻഡ്യൂഷൻ വെച്ചിട്ട് പോസിബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ 6 ബുക്സിനെ 4 ബോക്സസിനകത്ത് ആക്കണം. അതിൻ്റെ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾക്ക് എടുക്കേണ്ടത്. ഓരോ ബോക്സിലും മാക്സിമം 6 ബുക്സ് വെച്ചിട്ട് വയ്ക്കാനും പറ്റും. അപ്പോൾ ഈ 6 എന്നുള്ള നമ്പറിനെ നമ്മൾ 4 പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സമ്മായിട്ട് കണക്കാക്കുക. എന്നിട്ട് അതിനെ നോൺ ഇൻക്രീസിങ് ഓർഡറിൽ എത്രത്തോളം കോമ്പിനേഷൻസ് ഓഫ് സം കിട്ടുമോ അതെല്ലാം എഴുതുക. ഫോർ എക്സാമ്പിൾ, ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ എന്തായിരിക്കും? കോമ്പിനേഷൻ ഒരു ബോക്സിൽ 6 എണ്ണവും വെക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ബോക്സിൽ 6 വന്നു, 6 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0, അത് ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ്. ഇനി ഒരു ബോക്സിൽ 5 എണ്ണം വെക്കുക. അപ്പോൾ 5 പ്ലസ് പിന്നെ മറ്റൊരു ബോക്സിൽ ഒരെണ്ണമല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5 പ്ലസ് 1 പ്ലസ് 0 പ്ലസ് 0 ഇങ്ങനെ വരും സെക്കൻഡ് അറേഞ്ച്മെൻറ്റ്. ഇവിടെ ഇൻഡിസ്റ്റിങ്വിഷബിൾ ബോക്സസ് ആയതുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം നമ്മളത് എഴുതിയാൽ മതി. അതല്ല ഡിസ്റ്റിങ്വിഷബിൾ ബോക്സസ് ആയിരുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞ കണക്ക് റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ അങ്ങനെ 4 കളർഫുൾ ബോക്സസിലായിരുന്നു വരുന്നതെങ്കിൽ നമ്മൾ ഈ 5 പ്ലസ് 1 പ്ലസ് 0 പ്ലസ് 0നെ വേറെയും കോമ്പിനേഷൻസിൽ എഴുതേണ്ടി വന്നേന്. ഫോർ എക്സാമ്പിൾ 0 പ്ലസ് 5 പ്ലസ് 1 പ്ലസ് 0, 0 പ്ലസ് 0 പ്ലസ് 5 പ്ലസ് 1, 0 പ്ലസ് 1 പ്ലസ് 5 പ്ലസ് 0 അങ്ങനെ എന്തെല്ലാം കോമ്പിനേഷൻസ് വരുമോ അതെല്ലാം എഴുതേണ്ടി വന്നേന്. ബട്ട് ഇവിടെ ഐഡൻറ്റിക്കൽ ബോക്സസ് ആയതുകൊണ്ട് മാത്രം ഒരൊറ്റ പ്രാവശ്യം ഈ ഒരു കോമ്പിനേഷൻ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ടോട്ടലി ഇപ്പോൾ നമുക്ക് 2 അറേഞ്ച്മെൻറ്റ്സ് കിട്ടി, 6 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 ആൻഡ് 5 പ്ലസ് 1 പ്ലസ് 0 പ്ലസ് 0. അതേപോലെ നെക്സ്റ്റ് വിൽ ബി 4 എണ്ണം ഒരെണ്ണത്തിൽ വെച്ചിട്ട് 2 എണ്ണം മാറ്റി വയ്ക്കുക. അപ്പം 4 എണ്ണം ഒരു ബോക്സിൽ വെച്ചു. ഇനി ബാക്കി വരുന്ന 2 എണ്ണം നമുക്ക് ഒന്നുകിൽ ഒരു ബോക്സിൽ വയ്ക്കാം അല്ലെങ്കിൽ 2 ബോക്സസിലായിട്ട് വയ്ക്കാം. അപ്പം 1 കോമ്പിനേഷൻ ഇസ് 4 പ്ലസ് 2
plus 0 plus 0. Another combination is 4 plus 1 plus 1 plus 0. അപ്പോൾ ഇപ്പം നമുക്ക് ടോട്ടലി എത്ര എണ്ണം കിട്ടി? 4 എണ്ണം കിട്ടി. ഇതേപോലെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് we will get a total number of 9 possible ways. കമ്മിങ് സ്ലൈഡിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ 9 പോസിബിൾ വേസ് കാണാൻ കഴിയും. എന്തായാലും ഇതൊന്ന് വായിച്ച് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദിസ് ക്വസ്റ്റ്യൻ ഇസ് ബേസ്ഡ് ഓൺ ദ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമ്മൾക്ക് 2 സെറ്റ്സ് എയും ബിയും ഉണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ പ്ലസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി മൈനസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി. അതായത് 2 സെറ്റ്സിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു, അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നോട്ട് എക്സീഡിങ് 100 ദാറ്റ് ആർ ഈദർ ഓഡ് ഓർ ദ സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റിജർ. അപ്പോൾ നമ്മൾക്കിവിടെ 2 സെറ്റ്സ് ഉണ്ട്. ആ 2 സെറ്റ്സിലും വരേണ്ട എലമെൻറ്റ്സ് 100 വരെയുള്ള ഇൻറ്റിജേഴ്സാണ്. ആദ്യത്തെ സെറ്റ് ഓഡ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഓഡ് ഇൻറ്റിജേഴ്സ് വരുമ്പോഴത്തേക്ക് എത്ര എണ്ണം വരും? 100 വരെ എത്ര ഓഡ് ഇൻറ്റിജേഴ്സ് ഉണ്ട്? 100 ഡിവൈഡ് ബൈ 2 50 ഓഡ് ഇൻറ്റിജേഴ്സ് ഉണ്ട്. അതായത് 1 3 5 7 എക്സെട്ര 99 വരെ 50 എണ്ണം ഉണ്ട്. സോ നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു 50. ഇനി സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റിജർ. സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റിജർ അത് നമ്മൾക്കറിയാം 100ൻ്റെ സ്ക്വയർ റൂട്ട് ഇസ് 10. അപ്പോൾ 10 താഴോട്ട് വരുന്നതിൻ്റെയൊക്കെ സ്ക്വയർ 100 എന്ന നമ്പറിന് ഉള്ളിൽ വരും. അപ്പം നമ്പർ ഓഫ് ദ സെറ്റ് ബി വിൽ ബി ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 10. എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. സോ ദ നമ്പർ ഓഫ് സെറ്റ് ബി വിൽ ബി ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇസ് 50 ആൻഡ് രണ്ടാമത്തെ സെറ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇസ് 10. Now apply this to the inclusion exclusion principle. അപ്പോൾ നമ്പർ ഓഫ് എ യൂണിയൻ ബി വിൽ ബി ഈക്വൽ ടു 50 പ്ലസ് 10 മൈനസ് 2 സെറ്റിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ്. അത് എത്ര എണ്ണം ഉണ്ടാകും? ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയറൊക്കെ ഓഡായിട്ടാണ് വരുന്നത്. അപ്പോൾ 1 3 5 7 ആൻഡ് 9 ഈ 5 നമ്പേഴ്സിൻ്റെയും സ്ക്വയർസ് ഓഡായിട്ടാണ് വരുന്നത്. സോ എ ഇൻ്റർസെക്ഷൻ ബി ഓർ നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വിൽ ബി ഈക്വൽ ടു 5. അപ്പോൾ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 50 പ്ലസ് 10 മൈനസ് 5 വിച്ച് വിൽ ബി ഈക്വൽ ടു 55. സോ ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടോപ്പിക് ഗ്രൂപ്പ് തിയറിയാണ്. പക്ഷേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അതിൻ്റെ അടുത്ത ടോപ്പിക്കാണ് ഗ്രാഫ് തിയറി. 2 ക്വസ്റ്റ്യൻസ് ആണ് ആ ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് സംതിങ് റിലേറ്റഡ് ടു സിമ്പിൾ ഗ്രാഫ് ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ലെറ്റ് G be a directed graph whose vertex set is the set of numbers from 1 to 100. അപ്പോൾ ഈ ഗ്രാഫിൽ 1 മുതൽ 100 വരെ നെയിം ചെയ്തിരിക്കുന്ന വേർട്ടിസസ് ഉണ്ട്. ഇനി ഇവർ തമ്മിൽ എങ്ങനെയൊക്കെയാണ് എഡ്ജസ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ദർ ഇസ് എൻ എഡ്ജ് ഫ്രം എ വേർട്ടെക്സ് I to a vertex J if and only if either J is equal to I plus 1 or J is equal to 3i. അതായത് J is equal to I plus 1 ആണെങ്കിൽ അവർ തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടാകും. അപ്പോൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഒരു വേർട്ടെക്സ് 1 ആൻഡ് ദ നെക്സ്റ്റ് വേർട്ടെക്സ് 2 ഇവർ തമ്മിലൊരു എഡ്ജ് ഉണ്ടാകും. അതേപോലെ 2 and 3 അവർ തമ്മിൽ എഡ്ജ് ഉണ്ടാകും. സിമിലർലി എക്സെട്ര 99 and 100 ആ 2 വേർട്ടിസസ് തമ്മിലും എഡ്ജ് ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഓർ J is equal to 3i. അപ്പോൾ ഒരു ഫസ്റ്റ് വേർട്ടെക്സ് 1 എടുത്താൽ 1 into 3. അപ്പോൾ 1 ആൻഡ് വേർട്ടെക്സ് 3 തമ്മിലൊരു എഡ്ജ് ഉണ്ടാകും. അതേപോലെ 2 എന്ന വേർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ 2 ആൻഡ് വേർട്ടെക്സ് 6 തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാകും, ഒരു എഡ്ജ് ഉണ്ടാകും. അതുപോലെ തന്നെ വേർട്ടെക്സ് 3 ആൻഡ് വേർട്ടെക്സ് 9 തമ്മിലുണ്ടാകും, വേർട്ടെക്സ് 4 ആൻഡ് വേർട്ടെക്സ് 12 തമ്മിൽ എഡ്ജ് ഉണ്ടാകും, എറ്റ്സെട്ര. സോ ഈ സെറ്റിൽ അവസാനത്തെ എഡ്ജ് വരുന്നത് എങ്ങനെയായിരിക്കും? വെൻ I is equal to 33.
I is equal to 33 ആകുമ്പോഴത്തേക്ക് j will be equal to 99. സോ അതായിരിക്കും j is equal to 3i വരുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് എഡ്ജ്. Now the real question is the minimum number of edges in a path in G from vertex 1 to vertex 100 is. അപ്പോൾ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് മെൻ്റലി ഒരു ഗ്രാഫ് എങ്ങനെ ആയിരിക്കും എന്ന് കിട്ടിക്കാണും. ഇനി ഇവിടെ ഒരു ട്രിക്കുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പം 1 to 100 വരെ പോകുന്നതിനേക്കാളും തിരിച്ച് 100ൽ നിന്ന് 1ലേക്ക് വരുന്ന രീതിയിൽ ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുക. സോ ഇങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് 3യുടെ മൾട്ടിപ്പിൾസ് എപ്പോഴെങ്കിലും കണ്ടാൽ നമുക്കതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ വേർട്ടെക്സിലേക്ക് വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100ൽ നിന്ന് അത് 3 കൊണ്ട് ഡിവിസിബിൾ അല്ല, അതുകൊണ്ട് -1. സോ അവിടെ ഒരു എഡ്ജ് കൗണ്ട് ചെയ്തു. അപ്പം നമുക്ക് 99ലാണ് ഇവിടെ നിൽക്കുന്നത്. നൗ 99ൽ നിന്ന് 33ലേക്ക് ഒരു എഡ്ജ് കണക്റ്റഡ് ആണ്. സോ നൗ ദ ഡിസ്റ്റൻസ് ഇസ് 2. അഗെയിൻ 33ൽ നിന്ന് 11ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നൗ ദ നമ്പർ ഓഫ് എഡ്ജസ് ഇസ് 3. ഇനി 11 ഒരു മൾട്ടിപ്പിൾ അല്ല, 3യുടെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? 3യുടെ മൾട്ടിപ്പിൾ വരുന്നത് വരെ നമുക്ക് തൊട്ട് മുമ്പിലുള്ള നമ്പറിലേക്ക് പോകാം. അപ്പോൾ 11ൽ നിന്ന് 10ലേക്ക്, 10ൽ നിന്ന് 9ലേക്ക്. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എത്രയായി? 5 ആയി. നൗ 9 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അതുകൊണ്ട് നമ്മൾ സിംപ്ലി 9ൽ നിന്ന് 3യിലേക്ക് ചാടുന്നു. ആൻഡ് ഫൈനലി 3യിൽ നിന്ന് 1ലേക്ക്. Therefore, total number of edges will be equal to 7 edges. So, ഈ സ്ലൈഡിൽ സൊല്യൂഷൻ ഒരു ക്ലിയർ റിട്ടൺ ഫോമാറ്റിൽ കാണാം. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. ഓൾസോ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാഫ് കളറിങ്ങിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാഫ് കളറിങ് എന്താണെന്ന് നമുക്കറിയാം. ഒരു ഗ്രാഫിലെ വേർട്ടിസസിനെ കളർ ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ്. such that no two adjacent vertices are of the same color. ഇതിനെയാണ് വേർട്ടെക്സ് കളറിംഗ് എന്ന് പറയുന്നത്. സോ താഴെ 5 പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് ഇൻവാലിഡ് എന്ന് നമുക്ക് നോക്കണം. സോ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് എനി ട്രീ ഈസ് 2 കളറബിൾ, വിച്ച് ഈസ് ആക്ച്വലി ട്രൂ. കാരണം ട്രീയുടെ ഓരോ ലെവലിലുള്ള നോട്ട്സ് ഓരോ കളർ കൊടുത്താൽ, ഫോർ എക്സാമ്പിൾ റൂട്ടിന് നമ്മൾ റെഡ് കൊടുത്താൽ ലെവൽ 1ൽ എല്ലാ നോട്ട്സും നമ്മൾ ബ്ലൂ കൊടുത്തു. അതേപോലെ നെക്സ്റ്റ് ലെവലിലെല്ലാം റെഡ് കൊടുത്തു. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ എനി ട്രീ ക്യാൻ ബി 2 കളറബിൾ. ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് എ ഗ്രാഫ് ജി ഹാസ് നോ സൈക്കിൾസ് ഓഫ് ഈവൻ ലെങ്ത് ഇഫ് ഇറ്റ് ഈസ് ബൈപാർട്ടൈറ്റ്. അത് പക്ഷേ ഫോൾസ് ആണ്. കാരണം എന്താണ്? ഒരു ഗ്രാഫ് ബൈപാർട്ടൈറ്റ് ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് സൈക്കിൾസ് ഓഫ് ഈവൻ ലെങ്ത് ഓൺലി. ഓഡ് ലെങ്ത്തിൽ വരാൻ പാടില്ല. ബട്ട് ഇവിടെ പറയുന്നത് ഗ്രാഫ് ജി ഹാസ് നോ സൈക്കിൾസ് ഓഫ് ഈവൻ ലെങ്ത്, വിച്ച് ഇസ് ഫോൾസ്. അടുത്ത പ്രോപ്പർട്ടി ഗ്രാഫ് ജി ഇസ് 2 കളറബിൾ ഇഫ് ഇറ്റ് ഇസ് ബൈപാർട്ടൈറ്റ്, ആൻഡ് ദാറ്റ് ഇസ് കറക്റ്റ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഗ്രാഫ് ജി ക്യാൻ ബി കളേർഡ് വിത്ത് d+1 കളേഴ്സ് ഇഫ് d is the maximum degree of any vertex in the graph G. ഫോർ എക്സാമ്പിൾ ഒരു വേർട്ടെക്സിൻ്റെ ഡിഗ്രി 2 ആണെങ്കിൽ, അതായത് ആ ഗ്രാഫിലെ ഏതെങ്കിലും വേർട്ടെക്സിൽ വരുന്ന മാക്സിമം ഡിഗ്രി 2 ആണെങ്കിൽ ഈ ഗ്രാഫിനെ നമ്മൾക്ക് 3 കളേഴ്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ കളർ ചെയ്യാം, ആൻഡ് ദാറ്റ് ഈസ് ട്രൂ. Now the last property is a graph G can be colored with big O of log V colors if it has big O of V edges. ഇത് ആക്ച്വലി ഫോൾസ് ആണ്. നമ്മൾക്ക് ബിഗ് O of V edges ഉണ്ടെങ്കിൽ ബിഗ് O of സ്ക്വയർ റൂട്ട് ഓഫ് V കളേഴ്സേ കളറിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സോ ഓപ്ഷൻസ് ബി ആൻഡ് ഇ ആർ ഫോൾസ്. അപ്പോൾ എന്തായിരിക്കും നമ്മളുടെ ആൻസർ? ഓപ്ഷൻ 3 വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഇപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടീസിൻ്റെ ഒരു ബ്രീഫ് റൈറ്റപ്പാണിത്. ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് വിച്ച് ഇസ് ഒപ്റ്റിമൈസേഷൻ ഓഫ് യൂണിറ്റ് 1. അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ
So the first question is a graphical solution of LPP, that is linear programming problem. ഇനി ഈ ഫോമാറ്റിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഗ്രാഫിക്കൽ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് ആൻസേഴ്സ് വേഗം തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. The question is, consider the following LPP. Maximize z is equal to 2x1 plus 3x2 such that the following constraints, which are 2x1 plus x2 less than equal to 4, x1 plus 2x2 less than equal to 5, and x1, x2 greater than equal to 0. ഗ്രാഫിക്കൽ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളത് പ്ലോട്ട് ചെയ്യും, ഒരു ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യും. ബട്ട് UGC നെറ്റ് എക്സാമിൽ നമുക്ക് ഗ്രാഫ് പേപ്പർ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ബൈ ഹാൻഡ് ഒരു അസംഷനിൽ ഇത് വരയ്ക്കാം. ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ രണ്ട് കൺസ്ട്രെയിൻറ്റ്സ്, ദാറ്റ് ഈസ് 2x1 പ്ലസ് x2 ലെസ് ദാൻ ഈക്വൽ ടു 4ഉം x1 പ്ലസ് 2x2 ലെസ് ദാൻ ഈക്വൽ ടു 5ഉം ഈ രണ്ട് കൺസ്ട്രെയിൻറ്റ്സിനെ ഈക്വൽ കൺസ്ട്രെയിൻറ്റ്സ് ആക്കുക. ദാറ്റ് ഈസ് 2x1 പ്ലസ് x2 ഈക്വൽ ടു 4 ആൻഡ് x1 പ്ലസ് 2x2 ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് രണ്ട് ലൈൻസാണ് കിട്ടുന്നത്. രണ്ട് ലൈൻസിൻ്റെയും രണ്ടോ മൂന്നോ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് നമ്മളത് ചേർത്ത് വരയ്ക്കുക. അങ്ങനെ ഗ്രാഫിക്കലി രണ്ട് ലൈൻസ് നമ്മൾക്ക് വരയ്ക്കാൻ പറ്റും. നൗ വി സ്റ്റാർട്ട് ഷെയ്ഡിങ്. അതായത് ആദ്യത്തെ ലൈനും ഒറിജിനിലേക്കുള്ള ഏരിയ ഫുൾ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യും. അതേപോലെ രണ്ടാമത്തെ കൺസ്ട്രെയിൻ്റ് കറസ്പോണ്ടിങ് ലൈനും ഒറിജിനിലേക്ക് വരുന്ന ആ ഒരു ഏരിയ കവർ ചെയ്യും. ഇനി കോമൺ കളേർഡ് റീജിയൻ അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത റീജിയൻ ഏതാണെന്ന് എടുത്തിട്ട് അതിൻ്റെ കോർണർ പോയിൻറ്റ്സ് എടുക്കാം. സോ x1 ഓർ x2 0 വരാത്ത പോയിൻ്റ് വേണം എടുക്കാൻ. അങ്ങനെ ഒരു പോയിൻ്റ് കിട്ടിയാൽ ആ വാല്യൂ, ഫോർ എക്സാമ്പിൾ x1 ആൻഡ് x2 1 ആൻഡ് 2 ആണെങ്കിൽ ആ രണ്ട് വാല്യൂസ് നമ്മളുടെ മാക്സിമൈസിങ് ഫംഗ്ഷനിലേക്ക് കൊടുക്കണം. So z will be equal to 2x1 plus 3x2, which will be 2 into 1 plus 3 into 2. And that will be equal to 2 plus 6, that is equal to 8. ഈ പ്രോബ്ലത്തിൽ അതാണ് സൊല്യൂഷനായിട്ട് വരുന്നത്. ഇവിടെ ആ ഗ്രാഫ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. The first line is represented by the red line and second line is represented by the blue line. And ഇവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഇസ് 1, 2. അതുപയോഗിച്ച് നമ്മൾ z എന്ന ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്നു. ആൻഡ് ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു 8. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. UGC നെറ്റിൻ്റെ എല്ലാ പേപ്പറിലും ജനറൽ മാത്തമാറ്റിക്സിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ വെച്ച് സാധാരണയായിട്ട് കാണാറുണ്ട്. നവംബർ 2020 എക്സാമിലും അതുപോലെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സാധാരണയായിട്ട് ഈ ഏരിയയിൽ നിന്ന് വരാറ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഇങ്ങനത്തെ ജനറൽ കൺസെപ്റ്റ്സ് ആണ്. സോ വന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ റാഡിക്സ് ഓഫ് ദ നമ്പേഴ്സ് ഇഫ് ദ സൊല്യൂഷൻ ടു ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - 10x + 26 = 0 is x is equal to 4 and x is equal to 7. സോ റാഡിക്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ ബേസ് എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ബൈനറി ഡിജിറ്റ് സിസ്റ്റം ആണെങ്കിൽ റാഡിക്സ് ഇസ് ഈക്വൽ ടു 2. ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിലോ റാഡിക്സ് ഇസ് ഈക്വൽ ടു 10. സോ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - 10x + 26 = 0ൻ്റെ സൊല്യൂഷൻ x is equal to 4 and x is equal to 7 ആണെങ്കിൽ എന്തായിരിക്കും ഈ x എന്ന വാല്യൂവിൻ്റെ റാഡിക്സ് എന്നാണ് ചോദ്യം, ഓർ ബേസ്. സോ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ax² + bx + c = 0 ആയിട്ട് കരുതാം. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഇറ്റ്സ് റൂട്ട്സ് ഇസ് ഈക്വൽ ടു -b/a. അതേപോലെ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് റൂട്ട് ഇസ് ഈക്വൽ ടു c/a എന്നുമുണ്ട്. ഇവിടെ നമുക്ക് സം കൺസിഡർ ചെയ്യാം. സം ഓഫ് ദ റൂട്ട്സ് എന്താണ്? 4ഉം 7ഉം ആണെന്ന് നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. Therefore 4 + 7 is equal to -b/a. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ b is -10. അപ്പോൾ -10 divided by 1, which will be equal to 10. Therefore 4 + 7 = 10. ഇത് ഏത് ബേസിലാണ്? ബേസ് 6ലാണ്
ഇങ്ങനത്തെ സം കിട്ടുന്നത്. അല്ലെങ്കിൽ 4 + 7 = 10 കിട്ടരുതല്ലോ. Now therefore we convert this into decimal format. അപ്പോൾ എന്ത് കിട്ടും? 4 + 7 = r + 0 എന്ന് കിട്ടും. സോ rനെ 10 ആയിട്ട് കൺസിഡർ ചെയ്തപ്പോൾ we got r + 0. Now another example is 31നെ or 31 to the base r can be represented as 3r + 1 because r is 10 there. അതൊരു അസംഷൻ മാത്രമായിരുന്നു. ഇനി ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് r is equal to 11 എന്ന് കിട്ടും. And the answer is 11. Therefore, option 4 is the correct answer. ഈ യൂണിറ്റിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണിത്. Given below are two statements. Statement 1 says 5 divides n raised to 5 minus 2 whenever n is a non-negative integer. And statement 2 says 6 divides n raised to 3 minus n whenever n is a non-negative integer. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വാലിഡിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. n എന്ന ഇൻറ്റിജറിന് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സ്റ്റാർട്ടിങ് ഫ്രം n is equal to 1. ബിക്കോസ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് n is a നോൺ നെഗറ്റീവ് ഇൻറ്റിജർ. n equal to 1 ആകുമ്പോഴത്തേക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 will give 0 divided by 5 which is equal to 0. n equal to 2 കൊടുക്കുമ്പോഴോ 2 raised to 5 minus 2 എന്തായിരിക്കും? 32 minus 2 which is 30 divided by 5. Again it is divisible. പിന്നെ നമ്മൾക്ക് 3 കൊടുത്ത് നോക്കാം. അപ്പോൾ 3 raised to 5 minus 3 which is equal to 243 minus 3 എന്താണ്? 240. And that is also divisible by 5. അങ്ങനെ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 is true. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2ൻ്റെ കറക്റ്റ്നെസ് ആണ് നോക്കേണ്ടത്. n is equal to 1 ആകുമ്പോഴത്തേക്ക് it will be 0 divided by 6. n is equal to 2 ആകുമ്പോഴത്തേക്ക് 8 minus 2 which is equal to 6 by 6. അപ്പോൾ it is again divisible. ഇനി n is equal to 3 ഇട്ട് നോക്കാം. which is 27 minus 3 divided by 6 which is equal to 24 by 6. Again it is divisible. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് both statements are correct. Therefore option 1 is the right answer. So with this we are ending unit 1. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയോ ഓൺലൈൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്യാവുന്നതാണ്. So thank you for your time and have a happy learning. Thank you.